നമസ്കാരം. തട്ടിക്കൂട്ട് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വളരെ വേഗത്തിൽ രുചികരമായി പഴം പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അതിനായി ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ പഴവും ശർക്കരയും ഒരേ അളവിലായിരിക്കണം. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസ്, 2 നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. പഴം ചെറുതായി നുറുക്കിയെടുക്കാം. തീരെ പൊടിയായി അരിഞ്ഞെടുക്കണമെന്നില്ല. വഴറ്റുന്ന സമയത്ത് ഒന്ന് നന്നായി ഉടച്ചെടുത്താൽ മതി. നാളികേരം പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇൻസ്റ്റൻ്റായി കോക്കനട്ട് മിൽക്ക് വാങ്ങാൻ കിട്ടും. അതാണെങ്കിൽ 50 ഗ്രാം ഇവിടെ ഉപയോഗിച്ചാൽ മതി. ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രഥമനാണ്. വളരെ രുചികരവുമാണ്. ശർക്കരയും പഴവും ഞാനിവിടെ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കാം. അണ്ടിപ്പരിപ്പിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്ത അതേ പാനിലേക്ക് നമുക്ക് പഴം നുറുക്കിയതിനെ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. വളരെ എളുപ്പമാണ്. പുറത്തുനിന്നൊക്കെ പ്രഥമൻ വാങ്ങുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഈ ഓണം ആഘോഷമാക്കണം. നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഇനിയുമുള്ള റെസിപ്പീസൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെൽ ഐക്കണിലൊന്ന് ടാപ്പ് ചെയ്യണം. നന്നായിട്ട് വരട്ടി ഉടച്ചെടുക്കണം. നന്നായി വഴറ്റി ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കിനി ശർക്കര ഇട്ട് കൊടുക്കാം. അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് ഇട്ട് ഉരുക്കിയെടുക്കാം. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്ത് അരിച്ചതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇവിടെ ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ശർക്കര ഉരുകുന്നതനുസരിച്ച് പഴവും ശർക്കരയും കൂടി വെന്ത് യോജിച്ചുകൊള്ളും.
പഴത്തിൻ്റെ നിറം മാറി ശർക്കരയുടെ നിറം ആകുന്നതുവരെ വരട്ടണം. നമ്മൾ ഇവിടെ എടുത്ത അളവ് വെച്ച് 4 ഗ്ലാസ് പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം. 4 പേർക്കുള്ള സദ്യയ്ക്ക് ഈ അളവ് ധാരാളമാണ്. ശർക്കര ചേർത്തിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശർക്കര അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. പഴവും ശർക്കരയും കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവും ശർക്കരയുടെ അളവും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവം വരെ വരട്ടുക. പാത്രത്തിൻ്റെ അടിയിൽ നിന്നെല്ലാം വിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ശർക്കര ചേർത്തതിന് ശേഷം 4 മിനിറ്റാണ് ഞാനിത് വരട്ടാൻ ഉപയോഗിച്ചത്. ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്തൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏലക്കയും ചുക്കും ശർക്കരയും ഒക്കെ കൂടി ചേർന്ന് നല്ലൊരു പായസത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.